അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തത് നക്തുബുൽ അജ്വിബത ബിൽ ലുഗത്തിൽ അറബിയ. അപ്പോൾ അവിടെ ഓരോ ക്വസ്റ്റ്യന് നൽകിയിട്ടുണ്ട്, ഓരോ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ ഉത്തരം നമുക്ക് മനസ്സിലാകാൻ വളരെയധികം എളുപ്പമാണ്. കാരണം അവിടെ ഓരോന്നിൻ്റെയും ഫോട്ടോ നൽകിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ അറബിയിലാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മാഹാദ. മാഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എന്താണ്? അടിയിലൊരു മാങ്ങയുടെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? മാഞ്ച അല്ലേ? മാങ്ങക്ക് അറബിയിൽ പറയുക മാഞ്ചയാണ്. അപ്പോൾ അത് ഉത്തരമായിട്ട് എഴുതുമ്പോൾ ഹാദാ മാഞ്ച, ഇത് മാങ്ങയാണ് എന്ന് വരും. രണ്ടാമത്തതോ മാഹാദിഹി, ഇത് എന്താണ്? അതേ അർത്ഥം തന്നെയാണ്, പക്ഷേ ആദ്യത്തേത് പുല്ലിംഗമാണ്, രണ്ടാമത്തത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്? സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവിടെ ഹാ വന്നത്. മാഹാദിഹി. മാഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഉത്തരം ഹാദിഹി ഹിറത്തുൻ. അപ്പോൾ ഒരു ചെറിയൊരു എളുപ്പം ഇത് എങ്ങനെയാണ് ഈ ഹീന്ന് വരാൻ കാരണം എന്ന് നമുക്ക് ചെറിയൊരു രൂപത്തിൽ മനസ്സിലാക്കാം. അവിടെ ഹിറത്തുൻ എന്ന് വന്നിട്ടുണ്ട് അല്ലേ? അവസാനത്തിൽ തുൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തുൻ എന്ന് വന്നതിൻ്റെ അതൊക്കെ ഉപയോഗിക്കുക ഏതായിരിക്കും? ഹാദിഹി എന്നായിരിക്കും. അപ്പോൾ തുൻ എന്ന് വന്നതാണ് സ്ത്രീലിംഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാ ഹാദിഹി, ഇതെന്താണ്? ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. ഇനി മൻ ഹാദ, ഇത് ആരാണ്? മൻ ആരാണ്? ഹാദ, ഇത് ആരാണ്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. ഇനി അടുത്തത് ഹാദിഹി സഹറത്തുൻ. ഹാദിഹി സഹറത്തുൻ. സഹറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൂവാണ് അല്ലേ? മഹാദിഹി, ഇത് എന്താണ്? ഹാദിഹി സഹറത്തുൻ, ഇത് പൂവാണ് അല്ലേ? അപ്പോൾ അവിടെ ഹാദിഹി എന്ന് വരാൻ കാരണം എന്താണ്? സഹറത്തുൻ, അവസാനത്തിൽ തുൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ അവിടെ ഹാദിഹി സഹറത്തുൻ എന്നുള്ളതാണ് ഇത് പൂവാണ്, അതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ഹാദാ മാഞ്ച, രണ്ടാമത്തത് ഹാദിഹി ഹിറത്തുൻ, മൂന്നാമത്തത് ഹാദാ ബാസിമുൻ, നാലാമത്തത് ഹാദിഹി സഹറത്തുൻ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഇത് തന്നെയാണ്, ഈ ഒരു രൂപത്തിലുള്ള സംഭവം തന്നെയാണ്. ഹാദാ എന്ന് ഹാദിഹി, ഒരു ചില സ്ഥലത്ത് ഹാദ ആയിരിക്കും, ചില സ്ഥലത്ത് ഹാദിഹി ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഏത് സ്ഥലത്താണ് കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാദ എന്ന് പുരുഷന്മാർക്കും ഹാദിഹി എന്നുള്ളത് സ്ത്രീക്കുമാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. താ ഉള്ളത് മുഴുവൻ സ്ത്രീ ആയിരിക്കും എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്നാമത്തത് ഡേഷ് ബാബുൻ. ബാബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാതിൽ അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ബാബുൻ. അപ്പോൾ അവിടെ എന്താണ്? ഹ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുത്താൽ മതി? ഹാദ എന്ന് കൊടുത്താൽ മതി. ഹാദാ ബാബുൻ, ഇത് വാതിലാണ്. ഇനി രണ്ടാമത്തത് ഷജറത്തുൻ. ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണ്. അവിടെ തുൻ എന്ന് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ഹാദിഹി കൊടുക്കണം. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. മൂന്നാമത്തത് ഹാദാ കുർസിയുൻ എന്നാണ്. കുർസിയുൻ. കുർസിയുൻ എന്നുള്ളതിനെ അവിടെ യോജിപ്പിക്കാനുള്ളത് ഏതാണ്? ഹാദ എന്നാണ്. ആ ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതാനുള്ളത് ഹാദയാണ്. ഹാദാ കുർസിയുൻ, ഇത് കസേരയാണ്. ഇനി നാലാമത്തത് ദജാജത്തുൻ. ദജാജത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടക്കോഴി അല്ലേ? ദജാജത്തുൻ, പിടക്കോഴി. അപ്പോൾ അവിടെ ഏതാണ് വേണ്ടത്? അവിടെ തുൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാനുള്ളത് ഹാദിഹി. ഹാദിഹി ദജാജത്തുൻ, ഇത് പിടക്കോഴിയാണ്. അപ്പോൾ അഞ്ചാമത്തത് ദീക്കുൻ. ദീക്കുൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂവൻ കോഴിയാണ്. അപ്പോൾ അവിടെ കൊടുക്കാനുള്ളത് ഹാദ. അപ്പോൾ അവിടെ ഹാദ എന്ന് എടുത്ത് എഴുതുക. ഇനി അവസാനത്തത് സെയ്യാറത്തുൻ. സെയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തിലും തുൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ഹാദിഹി എന്നുള്ളതാണ്. അങ്ങനെ ഒന്നാമത്തത് ഹാദ, രണ്ടാമത്തത് ഹാദിഹി, മൂന്നാമത്തതും ഹാദ, നാലാമത്തതും ഹാദിഹി, അഞ്ചാമത്തത് ഹാദ, ആറാമത്തത് ഹാദിഹി. ആ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഉത്തരം വരിക. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നുക്കമ്മിലു കമാ ഫിൽ മിസാലി. അപ്പം ആദ്യം ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് അല്ലേ? അതുപോലെ താഴെ എന്താക്കണം? പൂരിപ്പിച്ചെഴുതാനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അന
അപ്പോൾ അവിടെ ആരാണ് കാണുന്നത്? ഒരു ഉസ്താദിനെയാണ് അല്ലേ. അപ്പോൾ അന ഞാൻ, ഉസ്താദുൻ ഉസ്താദാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഇബ്നുൻ എന്ന് വന്നിട്ടുണ്ട്. ഇബ്നുൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? അൻത ഇബ്നുൻ. എന്താണ്? അൻത ഇബ്നുൻ. അപ്പോൾ അവിടെ അൻത ഇബ്നുൻ എന്ന് എഴുതി കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇബ്നുൻ. ആരാണ്? ഒരു ആൺകുട്ടിയാണ്. ഇനി ബിൻതുൻ എന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? അൻതി ബിൻതുൻ എന്ന് എഴുതണം. അൻതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. അൻത എന്ന് പറഞ്ഞാലും നീയാണ്, അൻതി എന്ന് പറഞ്ഞാലും നീയാണ്. പക്ഷേ അൻത ഉപയോഗിക്കുക ആൺകുട്ടിക്കും അൻതി ഉപയോഗിക്കുക പെൺകുട്ടിക്കുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ഇബ്നുൻ എന്നുള്ളത് ആൺകുട്ടി ആയതുകൊണ്ടാണ് അവിടെ അൻത ഉപയോഗിച്ചത്. ഇപ്പോൾ രണ്ടാമത്തത് അൻതിയാണ് ഉപയോഗിച്ചത്. അത് കാരണം എന്താണ്? അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. ഇനി മൂന്നാമത്തത് ഇവിടെ അന എന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ കണ്ടാൽ നമുക്കതിൻ്റെ ഉത്തരം മനസ്സിലാകും. അവിടെ എന്താണ്? മൗസുൻ അല്ലേ. അന മൗസുൻ, ഞാൻ വാഴപ്പഴമാണ്. ഇനി നാലാമത്തതാണ് ഏറ്റവും അവസാനത്തത്. ഏതാണ്? അന. അന എന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ പഠിച്ചു ഞാൻ അല്ലേ. അന, അവിടെ എന്താണ് ഫോട്ടോ ഉള്ളത്? ഒരു കൈതച്ചക്കയുടെ ഫോട്ടോ ഉണ്ട് അല്ലേ. ഈ കൈതച്ചക്കയ്ക്ക് എന്താണ് അറബിയിൽ പറയുക? അനാനാസുൻ. എന്താണ്? അനാനാസുൻ. അപ്പോൾ അനാനാസുൻ, ഞാൻ കൈതച്ചക്കയാണ് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. രണ്ടാമത്തതോ അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. അന, ഞാൻ വാഴപ്പഴത്തിന് പറയാം മൗസുൻ. മൗസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴപ്പഴം. ഞാൻ വാഴപ്പഴമാണ്. ഇനി ഏറ്റവും അവസാനത്തത്, അവിടെയും അന എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അന എന്നുള്ളത് പ്രത്യേകം പഠിക്കുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യനിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് വന്ന ഒരു വാക്കാണ് അന. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ, അനാനാസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈതച്ചക്ക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ വസ്തുക്കളുടെ പേരും പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നൽകിയ വാഴപ്പഴവും കൈതച്ചക്കയും മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് പഴങ്ങളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. അല്ലാഹു തആല നമുക്ക് നല്ല വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.